ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി കാമ്പും ചെറുപയറും വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു പുഴുക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വേഗം തന്നെ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതാ ഞാനിവിടെ വാഴക്കാമ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും വലുപ്പമുള്ള വാഴക്കാമ്പാണ് കേട്ടോ എടുത്തത്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതാദ്യം നമുക്ക് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഈ വാഴക്കാമ്പിൽ ധാരാളം നാരുകൾ അടങ്ങുന്നതുകൊണ്ട് തന്നെ മലബന്ധം ഇല്ലാതാക്കാൻ അതുപോലെ നമ്മുടെ ദഹന പ്രക്രിയ കൂട്ടാനൊക്കെ വളരെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇത് പ്രമേഹം ഉള്ളവർക്കും കൊളസ്ട്രോൾ കുറയുന്നതിനൊക്കെ വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ വാഴക്കാമ്പ് കഴിക്കുന്നതിലൂടെ. പക്ഷേ ഇപ്പം പലർക്കും അറിയില്ല ഇതിൻ്റെ ഒന്നും ഫലങ്ങൾ എന്തെന്നാണെന്നുള്ളത്. അപ്പോൾ ഇതേപോലെയൊക്കെ കഴിച്ചാൽ നമുക്ക് നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ പറ്റും. പലരും നേരിടുന്നതാണ് വിളർച്ച, രക്തക്കുറവ്. അപ്പോൾ നമുക്ക് ഇതിൽ ഒരുപാട് അയൺ കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ രക്തക്കുറവിനൊക്കെ ഇതൊരു പരിഹാരമാണ്. അതുപോലെ ഞാൻ എല്ലാം വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഒരു ചോപ്പറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ചോപ്പറിൽ നിന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ചോപ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇങ്ങനെ കത്തി വെച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതി. ഇപ്പം എൻ്റെ കയ്യിൽ ചോപ്പർ ഉള്ളതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് വേഗം തന്നെ പണി കഴിയാൻ വേണ്ടിയിട്ട് ഇതേപോലെ ചോപ്പറിലിട്ടിട്ട് ഞാൻ വലിക്കുമ്പോഴത്തേക്ക് തന്നെ കട്ടായി കിട്ടും. ഇതാ കണ്ട നല്ല ചെറുതായിട്ട് തന്നെ നമ്മളെ വാഴക്കാമ്പ് കെട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് ഞാൻ എല്ലാം ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ എടുത്തിട്ടുള്ള മുഴുവൻ വാഴക്കാമ്പ് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കണം. അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതി കേട്ടോ. ഇതാ ഈ ഒരു വെള്ളത്തിൽ തന്നെ മാത്രമേ കഴുകിയിട്ടുള്ളൂ കേട്ടോ. മണ്ണൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള വാഴക്കാമ്പേനോ. അപ്പോൾ ഇതാ ഇങ്ങനെ വെള്ളമൊക്കെ ഊറ്റിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ ഞാൻ ഈ പുഴുക്കിന് ആവശ്യമായിട്ട് ഇതാ ചെറുപയറും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 3/4 കപ്പ് ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. കുതിർത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണിത്. നമുക്കിത് ഈ സെയിം കുക്കറിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ചെറുപയർ ഇത്രയും വേണ്ടെങ്കിൽ ഇതിൽ കുറച്ചെടുത്താലും മതി. 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെയുള്ള അളവിൽ എടുത്താൽ മതി കേട്ടോ. ഞാനിത് ഫുള്ളായിട്ട് 3/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂണ് നല്ല എരിവുള്ള മുളകാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ ഈ ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് സ്റ്റവ് ഓൺ ആക്കിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു 6 വിസിലോടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കുക്കറിൻ്റെ അനുസരിച്ചിട്ട് അതിൽ മാറ്റം വരും കേട്ടോ. അപ്പം 6 വിസിൽ വന്നതിന് ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പുഴുക്കിന് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു തേങ്ങേൻ്റെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ഫുള്ളായിട്ടും വേണം നമുക്ക് ഈ ഒരു പുഴുക്കിന് വേണ്ടിയിട്ട്. ഇത് 6 വിസിലൊക്കെ വന്ന് അതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ കറക്റ്റാണ് കേട്ടോ. ഈ ഒരു അളവിൽ നിങ്ങൾ എടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. ചെറുപയറും കാമ്പും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ചെറുപയർ എന്തായാലും നിങ്ങൾ കുതിർത്തതിന് ശേഷം മാത്രം വേവിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് രണ്ടും ഒരേ വേവിൽ കിട്ടുള്ളൂ. ഇതൊന്ന് താളിക്കാനായിട്ട് ഞാൻ ഇതൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് കേട്ടോ എടുത്തത്. ഇനി അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുന്നുണ്ട്. ഇനി നമുക്കൊരു 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുന്ന ടൈമിൽ കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും ഈ വറ്റൽമുളകൊന്ന് ഇങ്ങനെ എണ്ണയിൽ നിന്നൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ചിട്ടുള്ള കാമ്പും ചെറുപയറും അതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി അതിലേക്ക് നമ്മൾ ചിരകി വെച്ചിട്ടുള്ള തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു തേങ്ങേൻ്റെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ വാഴക്കാമ്പ് ചെറുപയർ പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങ ഇട്ടതിന് ശേഷം അധികം ഒന്നും വേവിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ചേർത്തെടുത്താൽ മതി. സ്റ്റവ് ഓഫ് ആയതിന് ശേഷം ഇതാ നമുക്ക് കഴിക്കാൻ തുടങ്ങാം കേട്ടോ. വാഴക്കാമ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അസ്സലാമു അലൈക്കും.